ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സ്കെൽട്ടനേറ്ററാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഏപ്രിലിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഏപ്രിലിൽ ടൈൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചളി നന്നായിട്ട് തെറിക്കും. വണ്ടി ഇന്ന് കഴുകാതെയാണ് കൊടുന്നിരിക്കണത് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ. അതായത് ടൈൽ കട്ട് ചെയ്തപ്പോൾ ഞാൻ ടൈൽ വെച്ചിരുന്നു. ടൈൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചളി തെറിക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ അവിടെയൊക്കെ ചളി തെറിക്കും. അതായത് നമ്മുടെ ഹെഡ് വരെയൊക്കെ ചളി തെറിക്കുന്ന തരത്തിലാണ് ടൈൽ കട്ട് ചെയ്താൽ തെറിക്കണത്. അപ്പോൾ വേറെ RS ആയാലും NS ആയാലും നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ടൈല് വീണ്ടും വയ്ക്കാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതേപോലെ തന്നെ മഡ് ഫ്ലാപ്പും വയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പറഞ്ഞാൽ ഇവിടെ മഡ് ഫ്ലാപ്പ് ഉണ്ട് വെച്ചാലും മഡ് ഫ്ലാപ്പ് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ചളി നന്നായിട്ട് തെറിക്കും മഴക്കാലത്തൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ ചെയ്തൊരു ഐഡിയയാണ്, ഒരു ടിപ്പാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. യൂസ്ഫുൾ ആവും, പക്ഷേ നിങ്ങളത് ചെയ്യണം. നിങ്ങൾക്ക് ബെറ്ററായിട്ട് ലുക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചളി തെറിക്കണേൽ ബെറ്ററാണ്, ചളി തെറിക്കാതിരിക്കും. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ ടൈൽ ഞാൻ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്രിലിയുടെ ടൈൽ തന്നെ. അതായത് എപ്രിലിയുടെ ടൈലിൽ ഒരു കമ്പി ഉണ്ടാവും. ആ കമ്പി തന്നെയാണ് ഇവിടെ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതൊന്ന് ഫിനിഷ് ലുക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. അത് ഞങ്ങളുടെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ചെയ്തതാണ്. ഇതും ഒക്കപ്പാട ഉൾപ്പെടെ ഒരു 300 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. അതായത് ഒക്കപ്പാട സെറ്റ് ചെയ്ത് വയ്ക്കാൻ, ഇവിടെ ഫുള്ള് കവർ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ 300 രൂപയുടെ ഉള്ളിലാണ് വന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. അതായത് ചളി നന്നായിട്ട് തെറിക്കുക. വേറൊരു ഓപ്ഷനും ചെയ്യാൻ പറ്റില്ല. അതായത് ടൈൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുക ആയതുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ടൊരു ബെറ്റർ ചോയ്സാണിത്. നമുക്ക് വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ഇത് കവറിങ് കൂടി ചെയ്തുകൊണ്ടാണ് ഇത്ര രൂപ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ക്ലാമ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. കൂടെ നിങ്ങൾക്ക് ഇതും മറ്റേ ഈ ഇതിൽ തന്നെ കമ്പിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഇതിൽ വയ്ക്കാം, അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഇതിൽ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും. ഇപ്പോൾ ഞാൻ ചളി കൂടെ വന്ന് നല്ല മഡ് ലുക്കായിട്ട് നിൽക്കുകയാണ്. ഏറി വന്നാൽ ഇതുവരെ ചളി തെറിക്കുള്ളൂ. അതും സൈഡത്തെ ചളി. ഇവിടെ നമ്മുടെ മേത്ത് ഇതില്ലാത്തപ്പോൾ ടൈൽ കട്ട് ചെയ്യുമ്പോൾ തെറിക്കുന്ന ചളി ഇവിടെ നമ്പർ പ്ലേറ്റിൽ അടിഞ്ഞ് നിന്നോളും. അതുകൊണ്ട് മേലേക്ക് തെറിക്കില്ല. അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കൂടുതൽ വല്ലതും അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.